Science. സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു പരിപാടി ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാൻ പോവാ? വർഷോപ്പിൽ നിന്ന് മാറാൻ പോണോ? വർഷോപ്പിൽ നിന്ന് മാറുമല്ല, സ്വന്തമായിട്ടൊരു സ്ഥാപനം. എന്റെ അച്ഛാ ഏട്ടനറിഞ്ഞ കൊല്ലും. അമ്മയുടെ വള എങ്ങനെ എടുത്തു കൊടുക്കും? അമ്മയുടെ വള എന്തായാലും ഈ വർക്ക്ഷോപ്പിൽ പോയി ജോലി ചെയ്തുകൊണ്ട് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിൽ വെച്ചേക്കുന്ന പ്ലാൻ വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ 2 ദിവസത്തിൽ വള എടുത്തു കൊടുക്കാൻ പറ്റും. എന്ത് പ്ലാൻ? അങ്ങനെ ഇങ്ങോട്ട് ചോദ്യയില്ലേ. ഇപ്പൊ കേരളത്തിൽ പൊതുവേ ചൂടുവാണല്ലോ. ചൂട് ഓരോ ദിവസം കൂടിക്കൊണ്ടുവരുമെന്ന് മെനഞ്ഞാന്നൂടെ നാസ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ചൂടിനെ വകഭേദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കച്ചവട സംരംഭം. ഫാന്റെ ബിസിനസ്. ഫാൻ, AC എത്ര വീട്ടുകാർ മേടിച്ചു വെക്കാൻ പറ്റും? ഇത് എല്ലാവർക്കും, സാധാരണപ്പെട്ടവനും ഹൈ ലെവൽക്കാരനും ഒരേപോലെ ആവശ്യമായ ഒരു കാര്യം. വിഷറി ആരോട് പറയാം. ഉദാഹരണത്തിൽ ലില്ലിപ്പെണ്ണ് നട്ടുച്ച സമയത്ത് ഇവിടുന്ന് നടന്ന് നേരെ ഡാൻസ് സ്കൂളിലോട്ട് പോകുന്നു. തൊണ്ട വരളൊന്നും ദാഹം വരുന്നു, എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ടല്ലോ, അപ്പൊ വെള്ളം എടുത്ത് ഞാൻ കുടിക്കും. ബാഗിൽ നിന്ന് വെള്ളം എടുത്തിട്ട്. വെള്ളം കൊണ്ടുപോകാത്ത ദിവസമാണെങ്കിൽ തൊണ്ട വരളുന്നു, ദാഹം വരുന്നു, എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കും. എന്നെ വെട്ടിമൂറ. ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യം. തൊട്ടടുത്തെങ്ങും വീടുകളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ദൂരം. തൊണ്ട വളരുന്നു, ദാഹം വരുന്നു, എന്ത് ചെയ്യും? വരളുന്നു, ദാഹം കൂടുന്നു, എന്ത് ചെയ്യും? ഒരു കടയും ഉണ്ട് അവിടെ, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കടയിൽ കയറിയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിക്കും. അതെ, വെള്ളം, ജ്യൂസ്, ഷാർജ, പഴങ്ങൾ, ഓറഞ്ച്, ആപ്പിൾ, മൽഗോവ എല്ലാം കൂടെ വിറ്റ് വരുന്ന ഒരു ജ്യൂസ് കട. അതാണ് എന്റെ പ്ലാൻ. ആര് തുടങ്ങാൻ പോണ്? ഞാൻ തുടങ്ങും. ജ്യൂസ് കടയാ? വർക്ക്ഷോപ്പും അതും ഇതും എല്ലാം വിട്ടിട്ട് അവസാനം ജ്യൂസ് കടയിലെത്തി. അവസാനം ജ്യൂസ് കടയിലെത്തിയെന്ന് പറഞ്ഞാൽ ഇത് എന്റെ അവസാനത്തെ സംരംഭം. ഇവിടുന്ന് അങ്ങ് കേറും. ബ്രാഞ്ചസ് കോവളത്ത്, ബീച്ചുകളിൽ, പല സ്ഥലങ്ങളും അങ്ങോട്ട് തുടങ്ങും. ചെല്ല് പോ. ഞാനൊന്നും പറയുന്നില്ല, പോ. ലില്ലിപ്പെണ്ണെ, രക്തബന്ധം രക്ഷപ്പെടാൻ ഒരു സാഹചര്യത്തിന് ഒരു സഹായം തേടി വരുമ്പോ ഇങ്ങനെ തള്ളിക്കളയാനാണോ എന്റെ ശരിയെന്ന് പറയുന്നത്? എന്റെ അച്ഛാ, ഇതിനൊക്കെ പൈസ വേണ്ടേ? അത് ചോദ്യം. പൈസ വേണം. ആ പൈസക്ക് മക്കൾക്ക് എന്നെ എങ്ങനെ സഹായിക്കാമെന്നുള്ളതിന്റെ സ്രോതസ് കണ്ടെത്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മക്കൾക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. റോസി ചേച്ചിക്ക് 10,000 രൂപ അയക്കാനില്ല. ആ ആളാണ് ലക്ഷങ്ങൾ മുടക്കി ഇനി കട തുടങ്ങാൻ പോണത്. ലക്ഷങ്ങൾ മുടക്കി കച്ചവടം ചെയ്താൽ ലക്ഷങ്ങൾ വാരിക്കൂടെ? അതിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് അടച്ചൂടെ? അതിന് എന്റെ അടുത്ത് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ ലക്ഷങ്ങൾ എടുക്കാനുണ്ടാ? ഇല്ല. എന്റെ കയ്യില് ഒന്നുമില്ല, നോക്കണ്ട. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ കടകളൊക്കെ തുടങ്ങണമെങ്കിൽ വല്ല ലോണും എടുക്കണം, അല്ലാതെ ഒന്നും പറ്റത്തൊന്നുമില്ല. ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ എന്റെ പേപ്പറുകൾ മൊത്തം ഉടങ്ങാവളെ കിടക്കൂല. വീട് വെച്ചെടുക്കണം. വീട്ടിൽ നിന്ന് ഒരു ചരല് വരാപ്പനമ്മേ നമ്മക്കത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ആഗ്രഹം വിട്ടേക്ക്. അങ്ങനെ പറയരുത്. ലുലു മാള് തുടങ്ങാൻ യൂസഫ് അലി സാറ് പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോ വീട്ടിലോ ഒരാളോ അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യവസായമായിട്ട് അങ്ങനെ മാറുമായിരുന്നു. ആ പ്രോത്സാഹനം തരൂ. ഞാനിപ്പോ വാക്കുകൊണ്ട് പറഞ്ഞ് വല്ലതും പ്രോത്സാഹിപ്പിക്കാം, അല്ലാതെ എന്റെ കയ്യിൽ നിന്നൊന്നും തന്ന് പ്രോത്സാഹിപ്പിക്കാൻ എന്റെ കയ്യിലില്ല. പൈസ കണ്ടെത്ത ഒരു മാർഗം പറ. പൈസ, ഇത്രയും പൈസയൊക്കെ റൊണാൾഡോ ചാച്ചൻ ചെന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? ഇല്ല. ലോൺ എടുക്കലേ നിവൃത്തിയുള്ളൂ. അത് ലോൺ ഇപ്പൊ എങ്ങനെ എടുക്കും? പിന്നെ ചേച്ചിയെ, നമ്മുടെ ചേച്ചി, ചേച്ചി പിന്നെ ബേബി ചേച്ചിക്കും നമ്മുടെ ഓമന ചേച്ചിക്കൊക്കെ ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പോ തയ്യൽ യൂണിറ്റും ഒരാളെന്തോ സോപ്പ് കടയുടെ ബിസിനസ്സാ, അതൊക്കെ തുടങ്ങാൻ പോണുണ്ട്. സൊസൈറ്റിന്ന് ലോൺ എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചു, ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് ഇവിടെ വല്ല ഡ്രസ് വർക്ക് ചെയ്യുന്ന കാര്യം വല്ലതും ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് വേണ്ട, ഞാൻ വെറുതെ എടുത്തിട്ട് ഏട്ടനും വഴക്ക് പറയാം. എന്റെ പൊന്നെ, ഞാനില്ല. റൊണാൾഡോ ചാച്ചൻ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോ നടക്കും. ഈ പറഞ്ഞതിനേക്കാളും വലിയ എതിരായിരിക്കും പറയുന്നത്. തിരിച്ചടക്കുവോ? കറക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ചേച്ചി എടുത്ത് എന്ന് ധൈര്യമായിട്ട് എന്ന് ചോദിക്കും. പോയിട്ട് വരട്ടെ എന്നാ? ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. അമ്മ ഒന്ന് പോ അമ്മ, എത്ര നേരം കൊണ്ട് ഇത് പറയുന്നു? ഞാൻ എന്താ പറഞ്ഞത്? ഇത്ര നേരമായിട്ട് എന്താ പറഞ്ഞത് നിന്നോട്? 2 പേജും ഹോംവർക്ക് എഴുതണം. എന്നിട്ട് മാമിയുടെ വീട്ടിൽ പോയിരിക്കണം. എന്നിട്ട് നീ അത് ചെയ്യോ? നീ ഹോംവർക്ക് ചെയ്യാതെ പുറത്തിറന്ന് കളിക്കൂലേ? ഇല്ല, ഞാൻ അങ്ങനെ പുറത്തിറങ്ങി കളിക്കൂല. പണ്ട് അമ്മയുടെ അടുത്ത് പറയുമല്ല, 2 പേജ് ഹോംവർക്ക് എന്തെങ്കിലും എഴുതിയിട്ട് പറമ്പിൽ പോയി കളിക്കില്ലെന്ന്. അപ്പൊ അമ്മ പോയി കളിക്കുമല്ല. അതുപോലെയല്ല ഞാൻ അനുസരിക്കും കേട്ടോ.
ഈ വലിയ ഭാരിച്ച കാര്യം ചിന്തിക്കാനല്ല പറഞ്ഞത്. പഠിച്ചു കഴിഞ്ഞിട്ട് മാമിയുടെ അടുത്ത് വന്നിരുന്നോളണം. ഞാൻ കാണാതെ പറമ്പിലെങ്ങാനും വല്ല പാമ്പൊക്കെ പിടിച്ച് കൊത്തുന്നു. ഞാൻ പോവില്ല. ആ അല്ല, അതിന് മാമിയുടെ അടുത്ത് പോയി പഠിക്കേണ്ട കാര്യം എന്ത്? ഒറ്റ അവിടെ ഇരുന്നാ പോരെ, ഞാൻ അവിടെ ഇല്ലേ? ഇപ്പൊ നിക്കണ 2 മിനിറ്റ് കഴിഞ്ഞാൽ കാണൂല. തോന്നുമ്പോ തോന്നിയ പോലെ നടക്കണം. നിന്നെയാണ് ഞാൻ അവനെ ഏൽപ്പിക്കുന്നത്. മൊത്തം അവിടെ ഉണ്ട്. ആ പിന്നെ എവിടെ പോന്നു? ഇന്ന് മറ്റേ ഫുട്ബോൾ കളിയുടെ സമ്മാനം കൊടുക്കാൻ പോണത് ഞാനാ. ഉണ്ടെന്ന് പറയണു. ഞാൻ അവിടെ എനിക്ക് പന്തിന് കളിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അതവിടെ ചെല്ലുമ്പോ നോട്ടീസ് വെച്ച് വിജയിച്ച ടീമിന് 2 അനുമോദനമൊക്കെ പറഞ്ഞാൽ മതി. എനിക്കൊന്ന് ഈ അടുത്ത സമയത്ത് ഇത്രയേറെ ഉദ്ഘാടനങ്ങൾ ചെയ്ത ഒരു പ്രമുഖ വനിത കേരളത്തിൽ ഇല്ലെന്നാവുന്നു. പിന്നെ സമച്ചല്ല, ആൾക്കാരെല്ലാം പറയുന്നറിയോ, തങ്ങൻ ഒരിക്കലും വാർഡ് മെമ്പർ ആവരുതായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് ഹൈടെക് ആയേനെന്ന്. സമച്ചല്ല, അപ്പോഴത്തെ ഓരോരുത്തർ വർഷോപ്പിൽ തന്നെ എത്ര പേരാ പറയുന്നത്. എന്റെ ചേട്ടത്തി പറഞ്ഞു നേരത്തെ വരേണ്ടതായിരുന്നു. അത് ശരി. വർഷോപ്പിൽ തന്നെ വരുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛനടുത്ത് എന്റെ ചേട്ടത്തി തങ്കം എന്ന് പറഞ്ഞപ്പോഴത്തെ അങ്ങനെ എന്നെ തൊഴുക, അത്രയ്ക്ക് പോകുവാനോ. പിന്നെ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ ഒരു പരിപാടിയുണ്ട്. ഏത് ഇപ്പൊ നിൽക്കുന്ന വർക്ക്ഷോപ്പിന്റെ? അതിനോട് ചേർന്നല്ല, അവിടെ ഞാൻ ജോലിക്ക് പോകും. എനിക്കൊരു ബിസിനസ് എന്ന രീതിയിൽ ഒരു ജ്യൂസ് കട തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ബോറാ. കാരണം ആ ജ്യൂസ് നീ കുടിക്കോ നാട്ടുകാർക്ക് കൊടുക്കോ? എടാ, ഒരു ഏത്തപ്പഴത്തിന്റെ പകുതി ഇരുന്ന് അതുപോലെ തിന്നണവനാ നീ. എന്റെ പൊന്നു സുഹൃത്തെ, സംരംഭം തുടങ്ങാൻ ഞാൻ ഒരാളെ കൂലിക്ക് അവിടെ വെക്കൂല്ലേ? ഞാൻ വർക്ക്ഷോപ്പിലല്ലേ, ഞാൻ അവിടെ ഉണ്ടോ? അവൻ വിറ്റിട്ട് ഒരാളെ ഇനി ശമ്പളം കൊടുത്ത് നിർത്തിയിട്ട് നീ പണിയിപ്പിക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ജ്യൂസ് കട തുടങ്ങണേ? ഒന്നും കിട്ടാൻ പോണില്ല. അങ്ങനെ പറയരുതെന്ന്. നല്ല തിരക്കുള്ള സെന്ററൊക്കെ തുടങ്ങാനൊരു പരിപാടിയാ. അതിന്റെ ഉദ്ഘാടനം ആരാ ചെയ്യാൻ പോകുന്നത്? തങ്കം ചേട്ടത്തി. ഇതിനു വേണ്ടിട്ട് ലോൺ എടുത്ത് തരാൻ പോകുന്ന ആരാ? അത് തങ്കം ചേട്ടത്തി. ചിന്തിക്ക്. ഉദ്ഘാടനം വേണമെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാം. ലോൺ ഒന്നും എടുത്തു തരാൻ എന്നെ കൊണ്ട് പറ്റൂല മോനെ. അങ്ങനെ ചേട്ടത്തി, സൊസൈറ്റി വഴി ഈ തൊഴിൽ വേതനത്തിനൊക്കെ എന്താ പറയുന്നത്, ഈ തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് ഒരു ചെറുകിട ലോണുകളുണ്ട്. ചെറുതൊരെണ്ണം എടുത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കും? എല്ലാവരും കേൾക്കും. ഇതേപോലെ തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറുകിട ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്ക് ഇവിടുത്തെ എന്നെ ജയിപ്പിച്ച നാട്ടുകാരുണ്ട്. എന്നെ വിശ്വസിച്ച് എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വേണം എനിക്ക് ആദ്യം കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ തോക്കാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട്. തങ്കം ചേട്ടത്തി കീ എന്ന് വിളിച്ച മുദ്രാവാക്യത്തിന് അറ്റന്തേ ഇപ്പോഴും ഈ നാവിൻ തുമ്പി കിടന്ന് പടയ്ക്കുന്നു. എന്റെ മോനെ, നീ DDT പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒറ്റക്കാലിൽ നിന്നവനാന്നുള്ളത് എനിക്കറിയാം കേട്ടോ. എനിക്ക് ഇവിടെ വോട്ടുണ്ടായിരുന്ന 10 കള്ള വോട്ട് നല്ലൊരു ഒറിജിനൽ വോട്ട് നിങ്ങൾക്ക് കിട്ടാൻ അതറിയാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് വേണ്ട. എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ സ്ഥാനം ഉപയോഗിക്കണം. അല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലോൺ എടുത്തു വന്ന് നിന്നെ അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ട. നീ ഇപ്പൊ ഇവിടെ താമസിച്ചു. എനിക്ക് കേൾക്കണ്ട. തങ്കം ഫ്രഷ് ഫ്രൂട്ട് സ്റ്റാൾ. ചേച്ചി, ആടി വാ. പണിയൊക്കെ കഴിഞ്ഞോ? ഈ പടവലങ്ങ ഒന്ന് ഇതാക്കി വെച്ചേക്കാ, രാത്രിത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച. പിന്നെ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് കടയിൽ പോവായിരുന്നു. എന്തിനാടി? ഡ്രസ് എടുക്കാൻ. എന്തിന്? ചേച്ചി, നമുക്ക് എല്ലാവർക്കും ഡ്രസ് എടുക്കുന്നുണ്ട്. എന്തിന്? ജ്യൂസ് കടയുടെ ഉദ്ഘാടനം അല്ലേ, അതിനിടാനായിട്ട്. ജ്യൂസ് കടയുടെ ഉദ്ഘാടനോ? തീരുമാനിച്ചോ? തീരുമാനിച്ചല്ലോ. അപ്പൊ അവന് പൈസ എവിടെ നിന്ന് കിട്ടി? പൈസ ആരാണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നമുക്ക് മാത്രമല്ല ഡ്രസ് എടുക്കുന്ന, ഇവിടെ എല്ലാവർക്കും എടുക്കുന്നുണ്ട്. പിന്നെ കൊടങ്ങാവളെല്ലാം എല്ലാവർക്കും എടുക്കുന്നുണ്ട്. ചേച്ചിക്ക് നിർബന്ധം. എന്റെ ഒരു പുതിയൊരു സംരംഭത്തിന് വരുമ്പോ എല്ലാരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പറഞ്ഞു. പാവം അല്ലേ? ഇല്ലെങ്കിൽ നന്നായാ മതി. അല്ലേ, ഞാൻ പറഞ്ഞു അന്ന്, ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ, ഇത് ജ്യൂസ് കടന്ന് പറഞ്ഞ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ചേച്ചി. മഴ വരുമ്പോ അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പിള്ളേരൊക്കെ മഴയത്താണെങ്കിൽ ഈ ഷെയ്ക്കൊക്കെ കുടിക്കത്തില്ലേ ഇപ്പം. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവനൊരു ഗുരുത്വമുള്ളവനാ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പൊ ഡ്രസ് എടുത്ത് തന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടായിരുന്നോ? എനിക്കാണ് അന്നത്തെ ആ മുഖം കണ്ടപ്പോ ഭയങ്കര സങ്കടം വന്നു. എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അത് പറയും ഇല്ലേ? അതുകൊണ്ടാ ഞാൻ അതും കൂടി ഓർത്തിട്ടാ. പിന്നെ വെറുതെ അഴിമതി, മറ്റത് മറിച്ചത്, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയും. ഓ വാടാ. എന്തോ ഞാൻ അറിഞ്ഞു.
ഇതെന്നാ? നോക്ക്. അയ്യോ, കൈ ചീത്തയായിട്ടിരിക്കുന്നു, നീ നോക്കിക്കേ. സാരിയാ? എന്റെ ജ്യൂസ് കടയുടെ ഉദ്ഘാടനത്തിന് ഔദ്യോഗികമായി തങ്കം ചേട്ടത്തെ ക്ഷണിക്കാൻ വന്നേ. ഈ സാരി ഇത് പുതിയതാ, ഇതെടുത്തോണ്ട് വേണം വരാൻ. വിത്ത് ബ്ലൗസ് കേട്ടോ. അപ്പൊ എന്റെ സാരി എവിടെ? ബാക്കിയുള്ളവർക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അതെന്താ? അവക്കെടുക്കായിരുന്നില്ലേ? പൈസ തരാന്നാള് സമയത്ത് കാര്യം മാറി. ആണോ? അപ്പം പുള്ളിയാണ് നല്ലൊരു സമയം നോക്കി തന്നെ കട തുടങ്ങാൻ വേണ്ടി. ആ സമയത്ത് തന്നെ തിരികൊളുത്തി കയറാന്ന് വിചാരിച്ചു. അപ്പൊ പൈസ ഇല്ലാതെ എങ്ങനെ നടക്കും ഇനി? അല്ല, പിന്നീട് എവിടുന്നേലും മറിച്ചിട്ട് നമുക്ക് ജ്യൂസും സാധനങ്ങളൊക്കെ എടുക്കാം. അയ്യോ, എന്നാലും എനിക്ക് എടുക്കണ്ടായിരുന്നു. അല്ല, അത് സാരമില്ല. ഉദ്ഘാടനം നടക്കട്ടെ. ചേച്ചി മെമ്പർ അല്ലേ, ചേച്ചി എല്ലാം അടിച്ചു പൊളിച്ച് വരേണ്ടത്. എന്നാലും നീയൊക്കെ പഴയതിട്ട് അതൊന്നും കുഴപ്പമില്ല. എന്നാലും ചേച്ചിക്ക് എടുത്തല്ലോ. വേണ്ടായിരുന്നു കൊച്ചേ. അല്ല, അതല്ല, ഇതെന്ത് ഈ പൈസ ഒക്കെ തരാന്ന് പറഞ്ഞ കാല് മാറി എന്തിയേ? അയാൾക്ക് ചിലപ്പോ വിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കും. എന്ത് ചെയ്യുമല്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചേച്ചിക്ക് ഇനിയൊന്നും നടക്കത്തൂല്ലല്ലേ ചേച്ചി ലോൺ എടുക്കുന്ന കാര്യം? അതെങ്ങനെയാ നടക്കണത്? മറ്റേത് ഇപ്പൊ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറയട്ടെ എന്ന് ഞാൻ വെക്കും. ഇവന്റെ പേരിൽ എടുത്തു കൊടുക്കാന്ന് വെച്ച് ഇവന്റെ രേഖ എല്ലാം കൊടങ്ങാവേളയിലെ അഡ്രസ്സിലല്ലേ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞില്ലേ ലോൺ വേണോന്ന്? ഡാൻസ് ക്ലാസ് തുടങ്ങാണ്ട് ഡ്രസ് വർക്ക് ചെയ്യാനൊക്കെ വേണോന്ന് ചോദിച്ചില്ലേ? അതിനി കിട്ടുമോ? അത് കിട്ടും, പക്ഷെ അതിനും ഒരു കുഴപ്പമുണ്ടടി. ഇതെന്നാന്നറിയാം, ഇതൊരു ഗ്രൂപ്പ് ലോൺ അല്ലേ. അപ്പം ഗ്രൂപ്പില് മിനിമം 5 പേരെങ്കിലും വേണം. മാത്രമായിട്ട് കിട്ടത്തില്ല. അങ്ങനെ തരാൻ പറ്റൂല. അല്ല, ഗ്രൂപ്പ് ലോൺ ആണെങ്കിലേ മുരളിയണ്ണും വൈഫും ജാമ്യം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട് നീ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ വല്ല ജാമ്യം വല്ലതും വേണം ഞങ്ങൾ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവിടെ കൂടി 3 പേരല്ലേ ഉള്ളു, ബാക്കി 2 പേർ ഉറപ്പായിട്ട് നിൽക്കും. ആ ക്ലീറ്റോ ചേട്ടന്റെ അടുത്ത് പറയാം. കാര്യത്തിലല്ലേ ഇനി 4. അപ്പോഴും 4. ഇനി ഒരാളും കൂടെ എനിക്ക് നിക്കാൻ പറ്റൂല. അല്ല, ലിലിപ്പന്റെ ഭർത്താവിനോടും അല്ല അല്ല കനകമ്മച്ചൻ ഒന്ന് പോയേ കനകൻ അങ്ങോട്ട് ചെന്നിച്ചാലും സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, പേപ്പർ കാര്യങ്ങളെല്ലാം നീക്കിയിട്ട് ഒപ്പിടേണ്ട അവസ്ഥ വരുമല്ലോ. അന്നേരം മാത്രം കനകമ്മച്ചൻ എടുത്ത് പറഞ്ഞാൽ മതി. എന്തായാലും എനിക്ക് ഗുണമുള്ള കാര്യത്തിനകത്ത് ആദ്യമേ വഴക്ക് പറഞ്ഞാലും പുള്ളി ഒപ്പിട്ട് തരും. ഒപ്പിട്ട് തരുമോ? തരും. പേപ്പറെല്ലാം നീക്കി അത് ഞാൻ റെഡിയാക്കിക്കോളാം. ചേച്ചി പറഞ്ഞാ മതി, ഞാനൊന്നും പറയത്തില്ല. അത് പിന്നെ എത്ര രൂപയായിരുന്നു ലോൺ? മൊത്തം 5 കിട്ടും. അതിനകത്ത് സബ്സിഡി ഉണ്ട്, 3.5 അടച്ചാ മതി. കണ്ടോ? എന്നാലും ചേച്ചിക്ക് മാത്രം വാങ്ങിച്ചല്ലേ ചേച്ചി? എന്തിനു ചേച്ചി പൈസ ഇല്ലാത്ത നേരത്ത് വാങ്ങിച്ചു? കാണത്തിന് പോകുമ്പോ എല്ലാരും ശ്രദ്ധിക്കുന്നതല്ലേ. ഇതൊക്കെ കാണുമ്പോഴാ മനുഷ്യൻ. എല്ലാവരുടെ ഞാൻ അങ്ങോട്ട് ചെല്ല. അല്ല, അവനവിടെ ഇരുന്ന് TV കാണുന്നു. ഞാൻ വരാൻ വേണ്ടി അല്ല, കൊച്ചു അവിടെ ഇരിക്കാൻ നോക്കിയത്. പോവാൻ നിൽക്കുമായിരുന്നു. ഞാനേ ചായ ഇടാം നിനക്ക്. ഞാൻ ചായ ഇടാം, നീ ഇരിക്കും. ഇതങ്ങനെ അരി അറിയാവോ? അത് കുഴപ്പമില്ല, ചെറുതായിട്ട്. അത് ഇങ്ങനെയാണേ കയ്യിൽ നിന്ന് പോകും. സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ പിന്നെ ആപത്താവും. അതെ അതെ. അല്ല, അങ്ങനെ സൂക്ഷിച്ച് ചെയ്യുന്നിടത്താണല്ലോ അത് ഗുണപ്രാപ്തി വരുന്നത്. നിനക്ക് വെറുതെ ഇതൊക്കെ ചെയ്തെടുത്തോടാ. അല്ല, ഞാൻ അരിയാന്ന് പറഞ്ഞപ്പോ കൈമുറിയെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. അച്ഛമ്മ നന്നായിട്ട് ചെയ്യുന്നല്ലോ. എനിക്ക് നല്ല പരിപാടി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് അവിടെ തക്കോട് TV എങ്ങനെ ഇരിക്കുന്നു? തങ്കം ചേട്ടത്തെ തള്ളി മറിച്ചിടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൃത്യമായിട്ട് തള്ളി മറിച്ചിട്ടില്ലേ? ലില്ലിപ്പെണ്ണെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അച്ചാച്ചൻ അഭിനയിച്ച്, പക്ഷെ അച്ചാച്ചൻ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞതിന്റെ ഒരു പടി മുകളിലാണ് ഞാൻ അഭിനയിച്ചത്. അത് പിന്നെ ഞാൻ ചെന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പണിയൊക്കെ തീർന്നെങ്കിൽ നമുക്ക് കടയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ചോദിച്ചു എന്തിനാ? റൊണാൾഡോ അച്ചാച്ചൻ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട് കടയുടെ ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞു. അവന് പൈസ കിട്ടിയാ? അതൊക്കെ ആരോ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു. അവൻ റൊണാൾഡോ അച്ചാച്ചൻ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരുന്നല്ലേ. തള്ളി കയറ്റി വെച്ചപ്പോഴത്തേക്ക് ദേ വരുന്നു ചേച്ചിക്കുള്ള ഡ്രസ്സുമായിട്ട്. വരവില്ലേ, പൊളിയായിരുന്നു. ഞാനൊരു ലോൺ എടുത്ത് തരുമെന്ന് തങ്കഞ്ചേട്ടടുത്ത് എടുത്ത് ചോദിച്ചപ്പം പണ്ടത്തെ വൈജയന്തി നിൽക്കുന്ന മാതിരി എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിന്നത്. ഞാൻ കടയെടുത്തിട്ടില്ല, ആരോടും പൈസ ചോദിച്ചിട്ടില്ല, ഉദ്ഘാടനം തീരുമാനിച്ചിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നിമിഷം നേരം ലോൺ എടുത്ത് തരാന്ന് പറഞ്ഞ കേട്ടോ. അതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിച്ചു.
കൊടങ്ങാള അപ്പച്ചൻ എനിക്ക് പറഞ്ഞ അതേ ഐഡിയ. സെന്റിലാണ് വീണത്, പക്ഷെ ആ സെന്റിൽ ഇവിടെ ഒരാൾ വീഴത്തില്ല. ഇത് വേറെ ഇനമാണ്. തങ്കഞ്ചേട്ടത്തിയുടെ രക്തം തന്നെയാണല്ലോ കനകമ്മച്ചമ്മയുടെ സിരികളിൽ ഓടുന്നത്. ആണ്. അപ്പൊ സെന്റി പറഞ്ഞാൽ എന്തായാലും മനസ്സറിയാതിരിക്കുക ഇല്ല, ഒരിക്കലുമില്ല. വരുന്നുണ്ടോ എന്നെ കൊണ്ട് അരിപ്പിച്ചോളൂ ചെന്ന് കയറി കൊടുത്ത്. ജ്യൂസ് എടുക്കണേ? ജ്യൂസ് വേണമെന്ന്. ജ്യൂസ്? ലൈം ജ്യൂസ്. ഭയങ്കര ചൂടല്ലേ? അതെ, ഇപ്പൊ എല്ലാരും ജ്യൂസ് കുടിക്കുന്ന കാലമല്ലേ. വേണോ? എടുക്കട്ടെ? എണ്ണ എടുത്ത് വെച്ചാ ഞാൻ വരാം. വേണം, പിന്നെ ജ്യൂസേ വേണം. അച്ചമ്പി, ഞാൻ ഇന്നലെ വെട്ടുകാട് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി ഒരു 101 മെഴുകുതിരി കത്തിച്ച് മുട്ടിപ്പായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. നന്നായി. കുറേ നേരം ആൾക്കാരെ നോക്കിയിരുന്നു. അത് വേണം, ഇടയ്ക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതെ, രക്ഷപ്പെടും. നീ ഇങ്ങനെ രക്ഷപ്പെട്ടുണ്ടാത്. രക്ഷപ്പെടുന്നതിന്റെ ചില സൂചനകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തങ്കഞ്ചേട്ടത്തിൽ നനച്ചിരിക്കാതെ മെമ്പറായി, പിന്നെ കനകമ്മച്ചമ്പി ഇനിയിപ്പോൾ പ്രൊമോഷൻ കിട്ടി SI, അങ്ങനെ വലിയ വലിയ റാങ്കുകളിലേക്ക് പോന്നു. പിന്നെ ക്ലീറ്റോമ്മച്ചമ്പിക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്തോ ഒരു തീരുമാനം വരാനുണ്ടെന്ന് ഇങ്ങനെ കമ്മിറ്റിയിലൊരു അവതരണം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ദിവസങ്ങളിൽ ദൈവം ഇങ്ങനെ ഓരോ അവസരങ്ങൾ തരും നമുക്ക്. അതെ, അപ്പം ഞാനും ആലോചിച്ചു ഈ വർക്ക്ഷോപ്പ് കൊണ്ട് മാത്രം നിൽക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പരിപാടിയുടെ തുടങ്ങിയാലോ എന്നൊരാലോചന. ഇതിനടാ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നീ ഒരു വർക്ക്ഷോപ്പ് നടത്തി, അതിനകത്ത് നമുക്ക് വിചാരിച്ചത്ര നേട്ടം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴുള്ളൊരു ഗുണം വെച്ചാൽ ഇപ്പൊ നീ വേറൊരാളുടെ വർക്ക്ഷോപ്പിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ നിനക്ക് കിട്ടുന്ന വരുമാനം മാത്രം നീ നോക്കിയാൽ മതി. കാരണം വാടക കൊടുക്കണം, മറ്റത് അങ്ങനെയല്ല. നിനക്ക് അവിടുത്തെ സ്റ്റാഫിന് പൈസ കൊടുക്കണം, കടവാടക കൊടുക്കണം, പിന്നെ നിന്റെ കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ അതല്ല, സ്റ്റാഫിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഗുണം, നീ ജോലി ചെയ്യുന്ന പൈസ എനിക്ക് കൊണ്ടുവരാം. വാടക കൊടുക്കണ്ട, പണി ഉണ്ടായാലും ഇല്ലല്ലോ, അവ എനിക്ക് കൃത്യമായിട്ട് കൂലി തരും. എന്തിനാ? ഞാൻ വിചാരിച്ചു അതും ഒരു വരുമാനം, അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സംരംഭം കൂടെ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ലാഭവും ഇതിന്റെ വരുമാനം കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മെച്ചമാകുമല്ലോ, ഒരാളോട് പറയുകയും ചെയ്യാമല്ലോ. ഞാനൊരു ഇപ്പൊ ഈ പൊതുവേ ഈ ചൂട് കൂടി വരുന്നൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഒരു ജ്യൂസ് കട തുടങ്ങിയാലോ എന്നൊരു ആലോചന. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഈ ഇവിടെ മൊത്തത്തിൽ ഒരു എൻക്വയറി നടത്തി. ഇപ്പൊ ജ്യൂസ് കടകളെല്ലാം ചെറിയ നാരങ്ങ വെള്ളത്തിൽ നിന്ന് തുടങ്ങിയവരാണ്. അവരെല്ലാവരും ഇപ്പൊ വന്നിട്ട് അങ്ങ് അറ്റത്തെ മിൽക്ക് ഷേക്കിന്റെ പരിപാടി വരെ ഉണ്ട്. കാര്യം എന്താ, ആൾക്കാർ ഡെയിലി വന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ആലോചന ഇട്ടപ്പം തങ്കഞ്ചേട്ടത്തി പറഞ്ഞ ഒരു സ്വയം തൊഴിൽ ലോണുകൂടെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ തങ്കഞ്ചേട്ടത്തി, ഈ സ്വയം തൊഴിലിന്റെ വായ്പാ ലോൺ ഉണ്ടല്ലോ, അതൊരെണ്ണം തങ്കഞ്ചേട്ടത്തിന്റെ കെയർ ഓഫ് എടുത്തു തരാന്ന് പറഞ്ഞു തുടങ്ങാൻ വേണ്ടിട്ട്. കാരണം കട ഫർണിഷ് ചെയ്ത് സാധനം ഇറക്കി വെച്ചിട്ട് ഈ ലോൺ എടുക്കാന്ന് പറഞ്ഞ കളഞ്ഞു കിട്ടുന്ന പറഞ്ഞല്ല, തിരിച്ചു കൊടുക്കണം, തിരിച്ചടയ്ക്കണം. അടയ്ക്കും. ആര്? എപ്പോ? എങ്ങനെ? മാസം. നീ എന്തെല്ലാം പരിപാടി തുടങ്ങി ഇവിടെ? ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ ഏതെങ്കിലും ഒരു സംരംഭം വിജയിച്ചിട്ടുണ്ടോ? നീയോ നിന്റെ ചേട്ടനോ അടിക്കടി ഈ പറഞ്ഞ ഓരോ മാസം പറക്കും പോലെ ഓരോ പുതിയ ഐഡിയകളായിട്ട് വരും. ഓരോന്ന് തുടങ്ങുന്നു, ഓരോന്ന് പരാജയപ്പെടുന്നു, ഓരോന്ന് തുടങ്ങുന്നു. ഇത് സഹി കെട്ടിട്ടാണ് നിന്നെ ഞാൻ ഇവരുടെ പറഞ്ഞിട്ടല്ലേ നിന്നെ കൊണ്ട് സാൾട്ടസിന്റെ അടുത്താക്കിയത്. മര്യാദയ്ക്ക് ജോലി അവിടെ ലോൺ തരണോ? അവിടെ ലോൺ എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്? അല്ല, ഞാൻ ലോൺ എടുത്ത് തന്നാൽ മാത്രം മതി. മാസം അത് തന്നെ ലോൺ എടുത്താൽ പിന്നെ ചീത്തപ്പേരാർക്കുണ്ടാവുന്നത്. പച്ചപ്പന്റെ ജീവിതത്തിൽ ഞാൻ ലോൺ എടുത്തും ചെയ്തിട്ടില്ല. നീ ലോൺ എടുത്ത് ചെയ്താലും ലോൺ എടുത്ത് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ പ്രശ്നം. ലോൺ എടുത്ത് നിന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. നിന്റെ ചേട്ടന്റെ സ്ഥിരം പരിപാടി ഏതാണ്? അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് തുടങ്ങിയ പരിപാടി. നീ സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ് അടച്ചുപൂട്ടിയ സമയത്ത് മറ്റൊരുത്തിന്റെ കടയിൽ കൊണ്ടാക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ഇവിടെ എല്ലായിടത്തും പറഞ്ഞാണ്. അത് മറന്നിട്ട് എല്ലാവരോടും ലോൺ എടുക്കാനും ജ്യൂസ് എടുക്കാനും തുടങ്ങിയുണ്ടല്ലോ. ഒരു രീതിയിലും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ലല്ലോ ദൈവം. ഇവിടെ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണം. സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ആരെങ്കിലും പറഞ്ഞ അനുസരിക്കണം, കേൾക്കണം. അതാണ് വേണ്ടത്. എനിക്ക് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇതിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊന്നും ആരും കേട്ടിട്ടില്ല. അവസാനമായിട്ട് ഒന്നുകൂടെ പറയാണ്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ അവസാനം കൈയും കാലിൽ അടിക്കുന്ന ഞാൻ കാണേണ്ടി വരുന്നത് കണ്ട. എടാ അതെന്നാന്ന് വെച്ചാ അവന് ആരോ കടം കൊടുക്കാന്ന് പറഞ്ഞ് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കടം കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തുടങ്ങാനൊക്കെ തീരുമാനിച്ചു. ലാസ്റ്റ് നിമിഷം അയാള് കാല് മാറിയപ്പോ പിന്നെ നമ്മളോട് ഇത് ഉമ്മാരുടെ സ്ഥിരം പരിപാടിയല്ലേ? ഇത് ഇങ്ങനെയല്ലേ ഓരോ പ്രാവശ്യം നമ്മൾ ട്രാപ്പിലാക്കുന്നവര്? നീ പണ്ടത്തെ കണക്ക് അയൽക്കൂട്ടത്തിനോടൊപ്പം ഒന്നും പെണ്ണല്ല, ഒരു പഞ്ചായത്ത് മെമ്പറാണ്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇല്ല അനുഭവിക്കും നമ്മള്.
നമ്മള്. അച്ഛാ ചേട്ടന്റെ പുറത്തോട്ട് പോകാൻ പോണു. പോയാ പിന്നെ എപ്പോ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ചേച്ചി വരുമ്പോ സൈൻ ചെയ്യണ്ടേ? എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞേക്ക്, ഒരു ലോണിന്റെ ചെറിയൊരു ആവശ്യത്തിന് ഒരു ഒപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു ഒന്ന് നിക്കാൻ പറ. ആരോട്? ഏട്ടനോടാ? ഞാൻ പറയാനാ? ഞാൻ പറയത്തില്ല, എനിക്ക് പേടിയാ. വേണമെങ്കിൽ പറഞ്ഞു. അതെ, ആരുടെ ആവശ്യം? അയ്യോ. ഏട്ടാ എവിടെ പോവുക? ഞാൻ ആ ബ്ലോക്ക് ഓഫീസിലായിരുന്നു പോണ. എപ്പോ വരും വന്നിട്ട്? ഞാൻ കുറച്ച് പോയത്. ബ്ലോക്ക് ഓഫീസ് എന്തോ അവധിയാണെന്നുണ്ടോ? ഇല്ലേ? ഇല്ല, ഞാൻ അവിടെ വിളിച്ചിരുന്നല്ലേ. ആണോ? അല്ല, ഒരുപാട് താമസിക്കോ വരെ? ഇല്ലില്ല. അച്ഛൻ ഒരു 10-20 മിനിറ്റ് ഞാനോട് ഉണ്ടായിരുന്നു ആ ഭാഗത്തോട്ട്. പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് പോണല്ലടാ. അല്ല, എനിക്കിവിടെ ആ വഴിക്ക് ഇറങ്ങാനില്ല, വെറുതെ ഓട്ടോ നനഞ്ഞത്. പിന്നെ തങ്കച്ചേട്ടത്തി ഇപ്പൊ വരും. ജ്യൂസ് കട അടങ്ങാൻ വേണ്ടി ഒരു സ്വയം തൊഴിൽ സംരംഭ ലോണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഫയൽ കൊണ്ടുവരുമ്പോ അതിനകത്ത് മച്ചമ്പികളെന്നൊരു ചെറിയ ഒപ്പ്. അതേട്ടാ, 5 പേര് വേണം നമ്മൾ ഒന്നിച്ച് ലോൺ എടുക്കുമ്പോഴേ. സബ്സിഡി സംരംഭ വായ്പയാ. പിന്നെ മുരളിയണ്ണനും ഉണ്ട്, ഭാര്യയും ഉണ്ട്, പിന്നെ ക്ലീറ്റോ ചേട്ടനുണ്ട്, ഞാനുണ്ട്. അപ്പൊ ഒരാളും കൂടെ വേണം. അപ്പൊ അതിന് ഏട്ടൻ കൂടെ സൈൻ ചെയ്യുവാണെങ്കിൽ അച്ചാച്ചനെ ലോൺ കിട്ടിയേനെ. ഈ സബ്സിഡി സംരംഭം ആയതുകൊണ്ട് 3 ലക്ഷം രൂപ അടച്ചാൽ മതി. 5 എടുത്ത 2 രൂപ സബ്സിഡിയാണ്. ദേ വന്ന് ചേച്ചി. അപ്പൊ ചേച്ചി ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫോൺ കൊടുത്താൽ മതി, ഒപ്പിടും. മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. മച്ചമ്മ പേന സൈൻ അത് കൊടുത്തിട്ട് പേന കൊണ്ട് അങ്ങനല്ലേ? ബുക്ക് എടുക്കട്ടെ? വെച്ച് വേണ്ട വേണ്ട, ഇവിടെ വെച്ചത് എന്താ എന്റെ ഉദ്ദേശം? ഒപ്പിടാനും ഉണ്ട്. എനിക്ക് സൗകര്യം ഒപ്പിടാൻ. എടോ, ഇതിവിടെ ഒരു 2 ഒപ്പിട്ടാ. ഞാൻ പറയാം ഒപ്പിടാന്ന് പറഞ്ഞായിരുന്നു. ഏട്ടൻ കൂടെ ഒപ്പിട്ടാ മതി. ബാക്കി 4 പേരും ഒപ്പിട്ടിട്ട് മനസ്സിലെനിക്ക് എന്തുവാണ് നീ പറഞ്ഞത്? എനിക്ക് ലോണിന്റെ ആവശ്യമില്ല. നിനക്ക് ഇത് ഒപ്പിടാൻ പറ്റൂലേ? സൗകര്യം എനിക്ക്. നീ ഇത്ര വലിയ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമല്ല. നീ പോലീസുകാരനല്ലേ, അല്ലാതെ രാജ്യത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ. ആണോ? നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേനും നമ്മളല്ലേ ഒപ്പിട്ട് കൊടുക്കാനുള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് നോക്കാം കൂട്. എനിക്ക് വാശിക്ക് ഇരിക്കാൻ അറിയാം. എനിക്ക് വാശിക്ക് അവന്റെ ഒരു കണ്ണീരടപ്പം ഞാൻ കൂടെ നിന്നില്ലേ? പിന്നെ നീ ഇത്ര വലിയ അഹങ്കാരിച്ച ആഘോഷത്തോട്ട് കയറി പോകേണ്ട കാര്യം. പറയാൻ എന്തോ ഉള്ളത്? നീ പറഞ്ഞ ഞാനൊരു പോലീസുകാരെന്ന് പറഞ്ഞില്ലേ? ആ അതെ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, അതറിയാലോ. അറിയാലോ അത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്തരം സബ്സിഡി ലോൺ കിട്ടില്ല. സബ്സിഡി ഉള്ളത് അതെന്താ? നീ എന്താ അർത്ഥത്തിൽ അത് സൈൻ ചെയ്തേക്കണത്? ഞാൻ നിനക്ക് കുടുംബശ്രീ പോകാൻ പോലും പോകാൻ പാടില്ല. നീ അറിയാനക്ക്? അയ്യോ, ഞാൻ ഇത്ര നാൾ പോകുന്നുണ്ടല്ലോ. നടക്കൂലേ? നിന്നെ ആരടി മെമ്പർ ആക്കിയത്? ആദ്യം ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് ഇറങ്ങി തിരിക്കാവൂ. നിന്റെ അടുത്തും കൂടെയാണ്. വീടൊരു മുമ്പേ കൊഴിഞ്ഞു എന്റെ തങ്കം ഫ്രഷ് ഫ്രൂട്ട് സ്റ്റാൾ. Aliens